ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച ബൂത്തിലെത്തും. നടിയെ ആക്രമിച്ച കേസിൽ തിങ്കളാഴ്ച നിർണായക വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നടൻ ദിലീപ് ഉൾപ്പെടെ വിചാരണ നേരിട്ടത് 10 പ്രതികൾ. നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് BJPയുടെ തീരുമാനമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും സുരേഷ് ഗോപി. വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുരേഷ് ഗോപിയെന്ന് മന്ത്രി ആർ ബിന്ദു. കാരമുക്കിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സ്വദേശിനി നീതുവാണ് മരിച്ചത്. സംഭവശേഷം നീതുവിന്റെ ഭർത്താവ് സലീഷിനെ കാണാതായതായി നാട്ടുകാർ. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം മോഷണം പോയി. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വെള്ളി ഗോളക കവർന്നു. വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചരണം അവസാനിച്ചു. അത്യന്തം ആവേശത്തോടെയാണ് 3 മുന്നണികളുടെയും പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം നടന്നത്. ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 7 ജില്ലാ പഞ്ചായത്തുകളും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ചൊവ്വാഴ്ച വിധിയെഴുത്ത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് കൊട്ടിക്കലാശം. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയും. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ രാവിലെ 11-നാണ് നടപടികൾ തുടങ്ങുക. നടിയെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിന് എതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിലെത്തിയതെന്നുമാണ് ദിലീപിന്റെ വാദം. നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് BJPയുടെ തീരുമാനമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വിശ്വസിക്കരുതെന്നും വ്യക്തികളെയാണ് വിശ്വസിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ 35-ാം ഡിവിഷൻ കണ്ണംകുളങ്ങരയിലെ NDA സ്ഥാനാർത്ഥി മുംതാസിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. നേമത്ത് മത്സരിക്കും അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മനസ്സിലാക്കലാണ്, പാർട്ടിയുടെ തീരുമാനവും ആയിരിക്കാം. അതിനെക്കുറിച്ചൊന്നും വിദ്യാമന്ത്രി അത്ര ഇളകണ്ട. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആരൊക്കെ എവിടെയൊക്കെ വരുത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും വിശ്വസിച്ചിട്ട് ഇനി ഒരു കാലത്തും ഒരു ഗുണവുമില്ല. വ്യക്തികളെ വിശ്വസിക്കണം. ആ വ്യക്തികളുടെ സംഘം, ആ സംഘത്തിന്റെ ബലം എന്താണ്? ജനാധിപത്യം ജനങ്ങളുടെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ ഈ വക സാധനങ്ങളുടെ കൂടെ പോകത്തുള്ളൂ ജനാധിപത്യം. അപ്പോൾ ഇത് നമ്മൾ വോട്ടിങ്ങിൽ, ഞാൻ അടക്കമുള്ള രാഷ്ട്രീയമില്ലാതിരുന്ന ഒരു സമൂഹത്തിന്റെ വോട്ടിംഗ് തന്ത്രം കൃത്യമായി ആവിഷ്കരിക്കാത്തതിന്റെ പുറത്ത് വന്ന അബദ്ധമാണ് നമുക്ക് പറ്റിയത്. കള്ളന്മാരുടെയും വഞ്ചകരുടെയും പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുത്. സ്വർണവും ചെമ്പും ചുരണ്ടിയെടുക്കുന്നവരെ ജനാധിപത്യ വിശ്വാസികൾ വോട്ടിംഗ് തന്ത്രം ആവിഷ്കരിച്ച് വീഴ്ത്തണം. കൂടുതൽ സത്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുറത്തുവരും. തൃശൂർ കോർപ്പറേഷനിലെ ഭരണം BJP നേടിയാൽ കഴിഞ്ഞ 25 വർഷത്തേക്കാൾ വളർച്ചയുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകി. കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി നേടിയാൽ ഉറപ്പ് തരുന്നു, ഈ കഴിഞ്ഞ ഒരു 25 വർഷമില്ലാത്ത വളർച്ച, വികസനത്തിന്റെ വളർച്ച, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അനുഗ്രഹത്തിന്റെ വളർച്ച, ഇതെല്ലാം ക്രമാതീതമായി വർദ്ധിക്കും. മുംതാസിനെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതികരണം ഇങ്ങനെ: അതിനുള്ള ചങ്കുറ്റം കാണിച്ച പെൺകുട്ടിയല്ല. ഇതാണ് യഥാർത്ഥ മതേതരത്വം. മറ്റതെല്ലാം മതേതറകളാണ്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സ്ഥാനാർത്ഥി മുംതാസ് തുടങ്ങിയവരും പങ്കെടുത്തു.
TCV തൃശൂർ. വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ 4ാം നില സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു നടക്കുന്നത് പച്ചക്കള്ളമാണ്. സമ്പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിർമ്മിതിയാണ് ജനറൽ ആശുപത്രിയിലെ പ്രധാന കെട്ടിടമെന്ന് മന്ത്രി ആർ ബിന്ദു വിശദീകരിച്ചു. നുണപ്രചരണങ്ങൾ നടത്തുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കാരമുക്കിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സ്വദേശി 34 വയസ്സുള്ള നീതുവാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം നീതുവിന്റെ ഭർത്താവ് സലീഷിനെ കാണാതായതായി നാട്ടുകാർ പറയുന്നു. കാരമുക്ക് ITI റോഡിൽ പുത്തൻപുരയ്ക്കൽ സലീഷിന്റെ ഭാര്യയാണ് മരിച്ച നീതു. നീതുവിന്റെ 2ാം വിവാഹമാണിത്. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുമുണ്ട്. ഞായറാഴ്ച രാവിലെ കുട്ടികളാണ് അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടത്. കിടക്കയിൽ മലർന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. സമീപത്ത് ഷാൾ ഉപയോഗിച്ചുള്ള കുരുക്കും കണ്ടെത്തി. സലീഷും നീതുവും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിന് ശേഷം സലീഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സലീഷിനെ കാണാതായതോടെ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. 6 മാസത്തിലധികമായി വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കാഞ്ഞാണിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മരിച്ച നീതു. ഇരിങ്ങാലക്കുട DYSP CL ഷാജു, അന്തിക്കാട് SHO കേഴ്സൺ V മാർക്കോസ് എന്നിവരടങ്ങിയ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV തൃപ്രയാർ. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ഞായറാഴ്ച പുലർച്ചെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരമറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. പൂരം കഴിഞ്ഞതിനാൽ ഭണ്ഡാരവരവ് ദേവസ്വം എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. സമിതി ഓഫീസിലെ പണം സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നെടിയടത്ത് അറിയിച്ചു. കുന്നുകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി ഗോളക കവർന്നു. ഭണ്ഡാരങ്ങളും തകർത്ത് പണം കവർന്നിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി പുലർച്ചെ നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരമറിയുന്നത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. മണ്ണുത്തി ആറാംകലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വെളുത്തൂർ സ്വദേശി 40 വയസ്സുള്ള സുബീഷാണ് മരിച്ചത്. അപകടം നടന്നയുടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മത്സ്യവില്പന തൊഴിലാളിയാണ്. പൂങ്കുന്നം പാറക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. നെന്മാറ ചേരാമംഗലം സ്വദേശി 45 വയസ്സുള്ള ജ്യോതിഷാണ് കുളിക്കുന്നതിനിടയിൽ മുങ്ങി മരിച്ചത്. തൃശൂർ ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി കോട്ടായി വീട്ടിൽ 22 വയസ്സുള്ള അക്ഷയാണ് ഹോസ്റ്റലിലെ A ബ്ലോക്കിലെ 43 നമ്പർ റൂമിലെ ഫാനിൽ തൂങ്ങി മരിച്ചത്. 3ാം വർഷ സിവിൽ എഞ്ചിനീയർ വിദ്യാർത്ഥിയാണ് അക്ഷയ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിയൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പഴയന്നൂർ ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നത്.
വാഴക്കോട് പ്ലാഴി പാതയിലും പഴയന്നൂർ ലക്കിടി പാതയിലുമാണ് അനധികൃത പാർക്കിംഗ് പതിവാകുന്നത്. ഏറെ വാഹനബാഹുല്യമുള്ള റൂട്ടിലാണ് ഈ അനധികൃത പാർക്കിംഗ്. കോടികൾ മുടക്കി റോഡ് നവീകരിച്ചെങ്കിലും കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി റോഡിന് കാര്യമായി വീതി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞില്ല. ഇതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അനധികൃത പാർക്കിംഗ് കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് വ്യാപാരികളാണ്. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് വാഹനം നിർത്താൻ പോലും ഇടമില്ല. നിർത്തിയിട്ട വാഹനങ്ങളിൽ നടത്തുന്ന കച്ചവടവും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. പുത്തിരിത്തറ മുതൽ കുന്നത്തറ വരെയുള്ള റിംഗ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനായാൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV ന്യൂസ്, ചേലക്കര. കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകി വാഗ്ദാനം പാലിച്ച് CPM 75 ദിവസം കൊണ്ടാണ് ചേർപ്പുള്ളിൽ CPM കൊച്ചുവേലായുധന് വീടൊരുക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 13 സംഘടിപ്പിച്ച കലിംഗ സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധൻ നൽകിയ അപേക്ഷ തള്ളിയത് വിവാദത്തിനിടയാക്കിയത്. തുടർന്ന് CPM വീട് നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഗൃഹപ്രവേശം നടത്തുമെന്ന് CPM നേതാക്കൾ അറിയിച്ചു. യുവാവിനെ ആക്രമിക്കുകയും മൊബൈൽ ഫോണും ബൈക്കും കവരുകയും ചെയ്ത കേസിൽ 2 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈപ്പമംഗലം സ്വദേശി പള്ളിപ്പറമ്പിൽ ഷാബിദ്, കുരിക്കുഴി സ്വദേശി പുതിയവെട്ടിൽ ഫാസിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാമക്കാല സ്വദേശി നിസാമുദ്ദീനാണ് ആക്രമണത്തിന് ഇരയായത്. നിസാമുദ്ദീന്റെ മൊബൈൽ ഫോണും ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും കവർച്ച ചെയ്യുകയും ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, SI മണികണ്ഠൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ദേശപ്പൂര്. തൃശൂർ കോർപ്പറേഷന്റെ 56ാം ഡിവിഷൻ പുതൂർക്കരയിൽ തെരഞ്ഞെടുപ്പ് ആവേശം കുതിച്ചുയരുന്നു. വികസനവും പ്രാദേശിക പ്രശ്നങ്ങളും കേന്ദ്രീകരിച്ച് മുന്നണികൾ കടുത്ത മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 56ാം ഡിവിഷനായ പുതൂർക്കരയിലാണ്. അപ്പോൾ ഇന്ന് പുതൂർക്കരയിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. പുതൂർക്കരയുടെ ജനപക്ഷ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മെഫി ഡെൽസനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടം വരെ? പ്രചരണം 4ാം ഘട്ടത്തിലായി. ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. വീണ്ടും വരണം, തുടരണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് ഫാമിലി വകയുള്ള ഒരു സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? ഫാമിലി വക സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഡിവിഷനിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വികസന പദ്ധതികൾ? ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം 9 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും മുഴുവൻ പൂർത്തിയാകാൻ സാധിച്ചിട്ടില്ല. പൂർത്തിയാക്കണം. അതിൻ്റെ തുടർച്ചയ്ക്കായിട്ടാണ് നമ്മൾ ഇനിയും വന്നിരിക്കുന്നത്. ഈ ഒരു ഭരണവും UDFന് തന്നെ വിജയം നമുക്ക് ഉറപ്പിക്കാം. നാടറിയുന്ന ജനകീയൻ പുതൂർക്കരയിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയൻ മാഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മാഷേ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരെ മനസ്സറിയാം. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ജനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ UDF ആണ് ഭരിച്ചത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വികസനവും നടന്നിട്ടില്ല. മാഷ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കുറിഞ്ഞാക്കൽ പ്രദേശം കേരളം അറിയപ്പെടുന്ന ഒരു മെഗാ ടൂറിസമാക്കി മാറ്റും. ഓരോ പ്രദേശത്തും അവർക്ക് ആവശ്യമായ രീതിയിൽ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് വികസനം നടത്തേണ്ടത്. ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഈ പ്രദേശത്ത് നടപ്പിലാക്കും. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFന് എത്രത്തോളം വിജയം നമുക്ക് ഉറപ്പിക്കാം? തീർച്ചയായിട്ടും കേരളത്തിലെ LDF സർക്കാരിൻ്റെ
വലിയ രീതിയിലുള്ള മാറ്റമാണ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. പുതൂർക്കരയുടെ തികഞ്ഞൊരു മാറ്റത്തിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സൗമ്യ അനീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയുണ്ട് ഇതുവരെയുള്ളൊരു പ്രചരണത്തിൽ? എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, പോസിറ്റീവ് റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ കൂടുതൽ ശക്തമാക്കാനും നമുക്കിതുകൊണ്ട് സാധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? പ്രധാനമായും ഓരോ വ്യക്തികളിൽ നിന്ന് തന്നെ വികസനം വരണമല്ലോ, അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മുടെ മോദി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഓരോ വ്യക്തികളിലും, അതുവഴി ഓരോ കുടുംബങ്ങളിലും, അതുവഴി സമൂഹങ്ങളിലും. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. അതുപോലെ തന്നെ പുതൂർക്കരയിൽ നല്ലൊരു മാറ്റം, വികസനം വരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പുതൂർക്കര. ഓരോ വോട്ട് ഉറപ്പിക്കുവാനുള്ള തീവ്ര പ്രചരണത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. പുതൂർക്കരയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. സ്വതന്ത്ര അംഗമാകാൻ മൂന്നാം വട്ടവും അംഗത്തട്ടിൽ പയറ്റുകയാണ് കൊരട്ടി പഞ്ചായത്തിലെ ദേവമാതാ വാർഡിൽ ജെയ്നി ജോഷി. ഇത് 4ാം തവണയാണ് ജെയ്നി ജോഷി ജനവിധി തേടുന്നത്. കന്നിയംഗത്തിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നീടുള്ള 2 വിജയങ്ങളും സ്വതന്ത്രയായി മത്സരിച്ചായിരുന്നു. ഇക്കുറിയും അങ്ങനെ തന്നെ. 2014 അപ്രതീക്ഷിതമായിട്ടായിരുന്നു മത്സരരംഗത്തേക്കുള്ള ജെയ്നിയുടെ കടന്നുവരവ്. ദേവമാതാ വാർഡിൽ കോൺഗ്രസിലെ റാണി പോൾ മരിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നു. ഇതിന് പാർട്ടി കണ്ടെത്തിയത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന ജോഷിയുടെ ഭാര്യ ജെയ്നിയെ. 1 വർഷമായിരുന്നു ആദ്യത്തെ കാലാവധി. 2015 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജെയ്നിയെ തഴഞ്ഞ UDFന് ഭരണത്തിനായി ഇവരുടെ പിന്തുണ ആവശ്യമായി വന്നു. എന്നിട്ടും ഇരുമുന്നണികളുടെ അംഗസംഖ്യ തുല്യമായി. നറുക്കെടുപ്പിൽ ജെയ്നി ജോഷി വൈസ് പ്രസിഡന്റായി. എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഭാഗ്യം തുണച്ചത് LDFിലെ കുമാരി ബാലനെ. പിന്നീട് 2 സ്ഥാനങ്ങളിലേക്കും അവിശ്വാസം വന്നു. ഇതോടെ കുമാരി ബാലൻ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പുറത്തായപ്പോൾ കോൺഗ്രസിന് ജെയ്നിയുടെ പരാജയത്തോടെ ഉപാധ്യക്ഷ സ്ഥാനവും നഷ്ടപ്പെട്ടു. BJP അംഗം 2 അവിശ്വാസ പ്രമേയങ്ങളെയും അനുകൂലിച്ചതായിരുന്നു കാരണം. വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കുമാരി ബാലനെ ഭാഗ്യം തുണച്ചു. എന്നാൽ ജെയ്നിക്ക് പകരം മറ്റൊരാളെ മത്സരിപ്പിച്ച UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കാനായില്ല. ഇതിനകം UDFുമായി മാനസികമായി അകന്ന ജെയ്നിയാകട്ടെ 2020 ത്രികോണ മത്സരത്തിൽ സ്വതന്ത്രയായി വിജയിച്ചു. എന്നാൽ ഒരു പക്ഷത്തും നിന്നില്ല. 16ാം വാർഡിലെ അവരുടെ അന്നത്തെ ഭൂരിപക്ഷം 16 വോട്ടുകളായിരുന്നു. ഇക്കുറിയും ദേവമാതാ വാർഡിൽ സ്വതന്ത്രയായി തന്നെ ജനവിധി തേടുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മറ്റത്തൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിച്ചു. വിസ്തൃതിയിലും ജനസംഖ്യയിലും ജില്ലയിൽ മുൻനിരയിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി LDF ആണ് ഭരണം നടത്തുന്നത്. ഭരണം നിലനിർത്താൻ LDFും ഇടക്കാലത്ത് കൈവിട്ടുപോയ ഭരണം തിരികെ പിടിക്കാൻ UDFും പോരാട്ടം നടത്തുമ്പോൾ ഇത്തവണ മറ്റത്തൂർ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പ്രഖ്യാപിച്ച് NDAയും ഒപ്പത്തിനൊപ്പം അംഗത്തട്ടിലുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ദേശീയ സംസ്ഥാന തലത്തിൽ പഞ്ചായത്തിന് ലഭിച്ച അംഗീകാരങ്ങളും ഉയർത്തിക്കാണിച്ചാണ് ഭരണ തുടർച്ചയ്ക്കായി LDF ജനവിധി തേടുന്നത്. അതേസമയം ഭരണത്തിലെ പിഴവുകളും പോരായ്മകളും ചൂണ്ടിക്കാണിച്ചാണ് UDFും NDAയും വോട്ട് തേടുന്നത്. നിലവിലുണ്ടായിരുന്ന 23 അംഗ ഭരണസമിതിയിൽ LDF 14, UDF 5, BJP 4 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വാർഡ് പുനർനിർണയത്തോടെ വാർഡുകളുടെ എണ്ണം 24ആയി വർദ്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിലെ 7 പേർ വീണ്ടും മത്സരരംഗത്തുണ്ട്. ഇവരിൽ പ്രസിഡന്റ് അശ്വതി വിബി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റത്തൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് അംഗമായിരുന്ന KT ഹിതേഷ് വെള്ളിക്കുളങ്ങര ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയുമാണ്. ലിൻഡോ പള്ളിപ്പറമ്പൻ, PS ചിത്ര, KS ബിജു, KR ഔസേബ്, ബിന്ദു മനോജ് കുമാർ എന്നിവരും കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഉമ്മു കുൽസു അസീസ്, അംഗങ്ങളായിരുന്ന PS അംബുജാക്ഷൻ, സന്ധ്യ സജീവൻ, സുനിൽകുമാർ ചിന്നങ്ങത്ത് എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ആശ ഉണ്ണികൃഷ്ണനും ഇക്കുറി ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നവരാണ്. ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടുകൾ നിർണായകമാവും. TCV കൊടകര. ഡബിൾ എഞ്ചിൻ പവറോടെ തെരഞ്ഞെടുപ്പ് ഗോതയെ കൈവെള്ളയിലാക്കിയിരിക്കുകയാണ് പഴയന്നൂർ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി P അജീഷ്. അംഗപരിമിതിയിലെ മറികടന്നുള്ള മുന്നേറ്റമാണ് മത്സരിക്കുന്ന 24ാം വാർഡിൽ അജീഷ് കാഴ്ചവെക്കുന്നത്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് വലതുകാൽ തളർന്നുവെങ്കിലും തളരാത്ത ഇടനെഞ്ചുമായി അജീഷ് വെട്ടിപ്പിടിക്കാത്ത മേഖലകളില്ല. 1 ദശാബ്ദമായി പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഏതു കാര്യമായാലും അജീഷിനെ ഒന്ന് വിളിക്കേണ്ട താമസമേയുള്ളൂ. മുച്ചക്രവാഹനത്തിൽ പറന്നെത്തും. സൗമ്യമായ പെരുമാറ്റം ആരെയും ആകർഷിക്കും. 20 വർഷമായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സ്ഥാപനത്തിന്റെ സാരഥിയാണ് അജീഷ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സജീവമായ അജീഷ് അണികളെത്തുന്നതിനു മുന്നേ ഫീൽഡിലിറങ്ങും. ഇതിനോടകം 4 റൗണ്ട് വീടുകളിൽ എത്തിക്കഴിഞ്ഞു.
ചിലപ്പോൾ കൂട്ടിന് ഭാര്യ ജി വൈഷ്ണവിയും ഒപ്പമുണ്ടാകും. കലാകായിക സാംസ്കാരിക സംഘടനാ തപസ്യയുടെ സ്ഥാപകനായ അജീഷ് പഴയന്നൂർ മേജർ റൂറൽ ലൈബ്രറി സെക്രട്ടറിയും CPIM വടക്കേത്തറ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. അംഗപരിമിതരുടെ മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് ടീമിലും അംഗമായിരുന്ന അജീഷ് നിരവധി ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. TCV ന്യൂസ്, തിരുവില്ലാമല. കഴിഞ്ഞ 45 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ് പടിയൂർ. ഭരണം ലക്ഷ്യമാക്കി BJPയും കൂടുതൽ സീറ്റുകൾ നേടാൻ UDFും ശക്തമായി മത്സരരംഗത്തുണ്ട്. 14 വാർഡുകളുള്ള പടിയൂർ പഞ്ചായത്തിൽ LDF 8, BJP 4, കോൺഗ്രസ് 2 എന്നിങ്ങനെയാണ് കക്ഷിനില. വാർഡ് വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 15ആയി. CPIയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് പടിയൂർ പഞ്ചായത്ത്. സ്ഥലം MLA കൂടിയായ മന്ത്രി R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF ഭരണ തുടർച്ച സ്വപ്നം കാണുന്നത്. മുന്നണിയിലെ തർക്കങ്ങൾ ചർച്ചയിലൂടെ ഫലപ്രദമായി പരിഹരിച്ചതും ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു. BJP ശക്തമായ മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ വിജയിച്ചതും 6 സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയതും NDAക്ക് പ്രതീക്ഷ നൽകുന്നു. കേന്ദ്ര സർക്കാർ കർഷകർ അടക്കമുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസന മുരടിപ്പാണ് UDFന്റെ പ്രധാന ആയുധം. നേരത്തെ നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണവർ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഉറ്റ ചങ്ങാതിമാരാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ചാലക്കുടി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പോട്ട ജംഗ്ഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയൻ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ BJPയും കേരളത്തിലെ CPMും തമ്മിലുള്ള രഹസ്യബന്ധം പുറത്തുവന്നിരിക്കുകയാണെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. പോട്ട ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ BCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TN പ്രതാപൻ, ജോസ് പുള്ളൂർ, MP വിൻസെന്റ്, ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞു. 3 വർഷത്തോളമായി ഗുരുവായൂരിൽ ഹോട്ടൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി പുത്തൻവീട്ടിൽ രാമചന്ദ്രനാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ കരുവാൻപടി റെയിൽവേ ഗേറ്റിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മനോരോഗത്തിന് ചികിത്സയിലായിരുന്ന ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. പൗരസ്ത്യ കൽദായി സുറിയാനി സഭയുടെ മാർ അപ്രൈം സൺഡേ സ്കൂളിന്റെ 120ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ തൃശൂരിൽ നടന്നു. സൺഡേ സ്കൂൾ ഡേയുടെ ഭാഗമായി സഭയിലെ ഇടവകയുടെ നേതൃത്വത്തിൽ ബൈബിൾ അടിസ്ഥാനമാക്കി നിശ്ചല ദൃശ്യങ്ങളോടുകൂടിയുള്ള വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി സഭാ അംഗങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സഭ ആസ്ഥാനത്തെത്തി സമാപിച്ചു. തുടർന്ന് മാർത്തുമറിയം വലിയ പള്ളി അങ്കണത്തിൽ പൊതുസമ്മേളനവും നടന്നു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന അപൂർവമായ സസ്യജനസുകൾ നിലനിൽക്കുന്ന പ്രദേശമാണ് തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാല ക്യാമ്പസ് എന്നും ഇത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം അനിവാര്യമാണെന്നും കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജ് റിട്ടയർഡ് ഡീനും പച്ചത്തുരുത്ത് പഠന കൂട്ടായ്മ സാരഥിയുമായ ഡോക്ടർ K. വിദ്യാസാഗർ പറഞ്ഞു. തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സംവാദം നിലനിർത്താം നഗരത്തിന്റെ ഹരിതഭൂമി എന്ന വിഷയത്തിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിന്റെ ശ്വാസകോശമായും പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രവുമായും പ്രവർത്തിക്കുന്ന 10.43 ഏക്കറോളം വരുന്ന ജൈവ വൈവിധ്യ കേന്ദ്രം സംരക്ഷിച്ചേ തീരുവെന്നും വിദ്യാസാഗർ പറഞ്ഞു. പ്രൊഫസർ കുസുമം ജോസഫ് മോഡറേറ്ററായിരുന്നു. തൃശൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ, സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക്, ചെമ്പൂക്കാവ് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള, AP ജ്യോതിഷ്, അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ് പെല്ലിശ്ശേരി, K. മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയ മരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശങ്ങളൊക്കെ തന്നെ പല തുരുത്തുകളായി 69ാം ദേശീയ സ്കൂൾ ഗെയിംസ് റിലേയിൽ തൃശൂർ കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഉൾപ്പെടുന്ന കേരള ടീമിന് സുവർണ്ണ നേട്ടം. 400 മീറ്റർ സബ് ജൂനിയർ ഗേൾസ് അണ്ടർ 14 റിലേയിൽ കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അഭിനന്ദന രാജേഷ് ഉൾപ്പെട്ട ടീമാണ് സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചത്. താണിക്കുടം സ്വദേശി രാജേഷ് ബിനിത ദമ്പതികളുടെ മകളാണ് അഭിനന്ദന. കായിക അധ്യാപകരായ നവീൻ ആന്റണി, അനീഷ്, ആന്റോ എന്നിവരായിരുന്നു പരിശീലകർ. ജേതാവായി തിരിച്ചെത്തിയ അഭിനന്ദന രാജേഷിന് കാൽഡിയൻ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി.
ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച ബൂത്തിലെത്തും. നടിയെ ആക്രമിച്ച കേസിൽ തിങ്കളാഴ്ച നിർണായക വിധി. വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നടൻ ദിലീപ് ഉൾപ്പെടെ വിചാരണ നേരിട്ടത് 10 പ്രതികൾ. നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് BJPയുടെ തീരുമാനമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും സുരേഷ് ഗോപി. വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുരേഷ് ഗോപിയെന്ന് മന്ത്രി ആർ ബിന്ദു. കാരമഖിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സ്വദേശിനി നീതുവാണ് മരിച്ചത്. സംഭവശേഷം നീതുവിന്റെ ഭർത്താവ് സലീഷിനെ കാണാതായതായി നാട്ടുകാർ. കുന്നംകുളം കിഴൂർ ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം മോഷണം പോയി. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വെള്ളി ഗോളക കവർന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.